കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഇൻകം ടാക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസ് പ്രകാരം ഇൻകം ടാക്സ് എന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ നോട്ടുകൾക്കും MCQ സീരീസിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പഠിതാക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെൻറ്റ് ഇയർ, അതേപോലെ പേഴ്സൺ, അതുപോലെ കുറച്ച് ടേമുകളാണ് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടേമുകളാണ്. നോക്കാം. ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ് പ്രീവിയസ് ഇയർ എന്ന PY. സെക്ഷൻ 3 ഇൻകം ടാക്സ് ആക്ട് 3 പ്രീവിയസ് ഇയർ എന്നത് സൂചിപ്പിക്കുന്നത്. പ്രീവിയസ് ഇയർ എന്നത് പേരിൽ പോലെ തന്നെ The previous year is the financial year in which income is earned. ഇൻകം കിട്ടുന്ന വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ആ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകം നെക്സ്റ്റ് ഇയറിൽ അസസ്മെൻറ്റ് ഇയറിലാണ് അത് ചാർജ് ചെയ്യുക. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയറിനെ ഇൻകം ഏൺ ചെയ്ത ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിന് അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. പിന്നെ നോർമലി 1st April ആൻഡ് എൻഡ് 31st March. എപ്പോഴും അങ്ങനെ തന്നെ 1st April ആരംഭിക്കണമെന്നില്ല. പുതിയൊരു ബിസിനസ് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മുതൽ അതിന് ഇൻകം വരുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ എപ്പോഴും 12 month ഉണ്ടാവണമെന്നുമില്ല. ഇറ്റ് ആൾസോ കാൾഡ് ഫിനാൻഷ്യൽ ഇയറും എന്നും ഇതിനെ പറയാറുണ്ട്. പ്രത്യേകം ഓർക്കുന്നത് ദ ഇൻകം ഇൻ വിച്ച് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് എന്നതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. എന്തുകൊണ്ട് പ്രീവിയസ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന് ഈ പറയുന്ന കറൻറ്റ് ഇയറിൽ, അതായത് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചാർജ് ചെയ്യാം. അങ്ങനെയാണ് പ്രീവിയസ് ഇയർ എന്നതിന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻകം ഈസ് ഏൺഡ് ബിറ്റ്വീൻ 1st April 2024 ടു 31st March 2025 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തിലെ ഇൻകത്തിന് അവസാനിക്കുന്ന വർഷത്തിൽ കിട്ടുന്ന ഇൻകത്തെ ആണ് എന്ത് പറയാം, പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഇവിടെ കഴിഞ്ഞ വർഷത്തേതായതുകൊണ്ട് പ്രീവിയസ് ഇയർ 2024-25 എന്നാണ് പറയാം. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് തുടർച്ചയായിട്ട് വരുന്ന തൊട്ടടുത്ത് വരുന്ന ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ദ ഇയർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദി പ്രീവിയസ് ഇയർ, അതാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ടു ദി പ്രീവിയസ് ഇയർ. എന്താണ് പ്രീവിയസ് ഇയറിൻ്റെ പ്രിസീഡിങ് ടു ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ എന്താ പറയുക പ്രീവിയസ് ഇയർ എന്നും, ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദി പ്രീവിയസ് ഇയറിനെയാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. അതായത് പ്രീവിയസ് ഇയർ കിട്ടിയ ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിൽ ആണ് എന്ത് ടാക്സ് ചാർജ് ചെയ്യുക. ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ് ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അത് നോർമലി 1st April മുതൽ 31st March വരെ ആയിരിക്കും ഒരു അസസ്മെൻറ്റ് ഇയർ എൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിൻ്റെ ടാക്സ് കണക്കാക്കലും അത് പേ ചെയ്യലും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ 2024-25 എന്ത് പ്രീവിയസ് ഇയറും അതിനുശേഷം വരുന്ന ഇപ്പോഴത്തെ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ, അതായത് 2025-26 എന്ത് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷം 24-25 കിട്ടിയ ഇൻകത്തിന് ഈ വർഷം 25-26 എന്ന അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കണക്കാക്കുക. ഡിഫറൻസ് ഒറ്റടിക്ക് നോക്കാം. ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ദ ഇയർ ഓഫ് ഏണിംഗ് ഇൻകം ആണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ദ ഇയർ ഓഫ് അസസ്സിങ് ദാറ്റ് ഇൻകം. നോർമലി രണ്ടും 1st April ടു 31st തന്നെ ആയിരിക്കും. അത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത 1st April ടു 31st March വരെയും ആയിരിക്കും. ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുക ടാക്സ് പേ ചെയ്യുക. പ്രീവിയസ് ഇയർ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ചെയ്യാറില്ല. അത് തൊട്ടടുത്ത വർഷത്തിലാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ടാക്സ് കണക്കാക്കലും അത് റിട്ടേൺ സമർപ്പിക്കലും. അപ്പോൾ ആ റിട്ടേൺ കണക്കാക്കുന്ന വർഷമാണ് അസസ് ചെയ്യുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. ഇൻകം കിട്ടുന്ന വർഷമാണ് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയർ. വീണ്ടും പറയാം, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 2024-25 പ്രീവിയസ് ഇയർ. തുടർന്ന് വരുന്ന ഇയർ 2025-26 എന്ത് അസസ്മെൻറ്റ് ഇയർ. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ടേമാണ്. ടേമിന് മുമ്പ് ഇതിന് ബാക്കി കുറച്ച് പോയിന്റ് കൂടി പറയാനുണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകത്തിനാണ് അസസ്മെൻറ്റ് ഇയറിൽ
ഇൻകം അസസ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കുക എന്നതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചാർജ് ചെയ്യും, ടാക്സ് കണക്കാക്കേണ്ടതുണ്ട് എന്ന് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ബാധകമാണ്. അതായത് ഇൻകം ടാക്സ് ഈസ് ദി സെയിം ഇയർ, ഇൻകം ടാക്സ് ഇൻ ദി സെയിം ഇയർ, പ്രീവിയസ് ഇയറിൽ തന്നെ ഇൻകം ടാക്സ് ചെയ്യും താഴെ പറഞ്ഞ കാര്യങ്ങൾക്ക്. അത് എക്സെപ്ഷൻസ് ആണ് നേരത്തെ പറഞ്ഞ പോയിന്റിനുള്ള. അപ്പോൾ സം ടൈപ്സ് ഓഫ് ഇൻകം ആർ ടാക്സ്ഡ് ഇൻ ദി സെയിം ഇയർ ദേ ആർ ഏൺഡ്. കിട്ടിയ വർഷം തന്നെ ചാർജ് ചെയ്യപ്പെടുന്ന കേസുകൾ ഏതൊക്കെ ചോദിച്ചാൽ ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നോൺ റെസിഡൻറ്റ് ഉണ്ടാവും. നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് എന്നിങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അതിൽ നോൺ റെസിഡൻറ്റിന് എന്താണ്, ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷം തന്നെ അത് ടാക്സ് കണക്കാക്കേണ്ടതുണ്ട്. ഇൻകം ഓഫ് എ പേഴ്സൺ ഹു ഈസ് ലിവിങ് ഇൻ ഇന്ത്യ, ഒരാൾ രാജ്യം വിട്ടു പോകാമെന്ന് അസസിംഗ് ഓഫീസർ തോന്നിക്കഴിഞ്ഞാൽ ആ കേസിലും ഇൻകം ഓഫ് എ പേഴ്സൺ ഹു ഈസ് ലിവിങ് ഇൻ ഇന്ത്യ അവർക്കും, ഇൻകം ഓഫ് AOP ഓർ BOI ഈ രണ്ട് കേസിലും ഷോർട്ട് പീരീഡിലേക്ക് ഫോം ചെയ്ത AOPകളും BOIകളും ആണെങ്കിൽ എല്ലാ AOPക്കും ബോഡി ഓഫ് ഇൻഡിവിജ്വലിനും അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇത് ബാധകമല്ല. ആർക്ക് മാത്രമാണ് ഫോംഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, ചെറിയ കാലത്തേക്കുള്ള പ്രൊജക്റ്റായിട്ട് ആരംഭിച്ച AOP BOIകൾക്കും, പിന്നെ ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്സിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥിതിക്ക് അവർക്കും. ഇത്രയും കേസുകളിൽ എന്താണ് പ്രീവിയസ് ഇയറിൽ തന്നെ ഇൻകം കിട്ടിയ വർഷം തന്നെ ടാക്സ് കണക്കാക്കേണ്ടതുണ്ട്. മറ്റുള്ള കേസിലൊക്കെ പ്രീവിയസ് ഇയർ ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിലാണ് എന്ത് ചെയ്യുക, ടാക്സ് ചാർജ് ചെയ്യുക, ടാക്സ് അസസ് ചെയ്യുക. നിലവിലെ അസസ്മെൻറ്റ് ഇയർ 2025-26 നിലവിലെ പ്രീവിയസ് ഇയർ 2024-25 ആണ്. പിന്നെ എന്തിനാണ് ഈ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ സിസ്റ്റം കൊണ്ടുവന്നത് ചോദിച്ചാൽ ഒരു ഫൈനലൈസ് ചെയ്യാനാണ്. അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് അതിൻ്റെ ടാക്സ് കണക്കാക്കാനുള്ളൊരു സമയം കിട്ടാനും. നോർമലി ഗവൺമെൻറ് അസസ് ടാക്സ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിൻ്റെ ബേസിലാണ് സർക്കാർ കണക്കാക്കാറുള്ളത്. പിന്നെ ഇനി നോക്കേണ്ട അടുത്ത ടേമാണ് പേഴ്സൺ. ആരാണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് സെക്ഷൻ 231 പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞാൽ വലിയൊരു മീനിങ് ഉണ്ട്. കുറേ ആളുകൾ എണ്ണി പറയുന്നുണ്ട്, അവയൊക്കെ പേഴ്സണായിട്ട് കണക്കാക്കും. ഇവിടെ ഓർക്കേണ്ടത് സെക്ഷൻ 231 നമ്മൾ കുറഞ്ഞ സെക്ഷൻസേ നമ്മൾ പറയുന്നുള്ളൂ, അതൊക്കെ നിർബന്ധമായിട്ടും ഓർമ്മിക്കേണ്ടതും ചോദിക്കാറുള്ളതുമാണ്. ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ 231 ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഉൾപ്പെടും? 1 ഇൻഡിവിജ്വൽ, 2 HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, 3 കമ്പനികൾ, 4 ഫേം പാർട്ണർഷിപ്പ് ഫേം ഉദ്ദേശിച്ചത്, 5 AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, പിന്നെ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, പിന്നെ എ ലോക്കൽ അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലെ ലോക്കൽ അതോറിറ്റിയെ പോലും എന്തായിട്ട് കണക്കാക്കുന്നുണ്ട് ഇൻകം ടാക്സിൽ പേഴ്സണായിട്ട് കണക്കാക്കും. പിന്നെ എനി അതർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളും എന്തായിട്ടാണ് പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ആക്ടിൽ. അപ്പോൾ ഇൻഡിവിജ്വൽ HUF കമ്പനി ഫേം AOP BOI ലോക്കൽ അതോറിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഇവയൊക്കെ ഇൻകം ടാക്സ് ആക്ട് 231 പ്രകാരം പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന ഡെഫിനിഷനകത്ത് വരും. എ പേഴ്സൺ ഈസ് ദി ബേസിക് യൂണിറ്റ് വിച്ച് ഈസ് ചാർജബിൾ ടു ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പേഴ്സൺ ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. അതിൽ താഴേക്ക് പിന്നെ അതൊന്നും വരുന്നില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ രാജ് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇപ്പോൾ ടാറ്റ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. XYZ ആൻഡ് കമ്പനി പറയുമ്പോൾ ഒരു ഫേം. അപ്പോൾ കമ്പനി, പാർട്ണർഷിപ്പ് ഫേം, ഇൻഡിവിജ്വൽ ഇവയൊക്കെ എന്തായിട്ട് കണക്കാക്കും? ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പേഴ്സൺ ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് പറയേണ്ടത് അടുത്ത പോയിന്റാണ് SSC. എന്താണ് SSC? സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം SSCയെ ഇൻകം ടാക്സ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. SSC എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആവാം. ഏതൊക്കെ പേഴ്സണ്? എല്ലാ പേഴ്സണും SSC ആയിട്ട് വരില്ല. അതായത് ആരൊക്കെ? ടാക്സ് ഈസ് പേബിൾ, ടാക്സ് പേ ചെയ്യുന്ന ആളുകൾ SSC ആണ്. പിന്നെ റിട്ടേൺ ഈസ് റിക്വയർഡ് ടു ബി ഫയൽഡ്, ചില ആളുകൾക്ക് റിട്ടേൺ മസ്റ്റായിട്ട് ഫയൽ ചെയ്യേണ്ടി വരും, അവർ SSC ആയിട്ട് കണക്കാക്കും. എനി പ്രൊസീഡിങ് ഈസ് ടേക്കൻ അണ്ടർ ദി ആക്ട്, ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ബാധ്യത വരികയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അവരെ SSC ആയിട്ട് കണക്കാക്കും.
ഇൻക്ലൂഡ്സ് റെപ്രസെൻറ്റേറ്റീവ് SSC ആൻഡ് ഡീംഡ് SSC രണ്ട് ടേമാണ്. ഈവൻ റെപ്രസെൻറ്റേറ്റീവ് SSC ഒരു ഏജൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മൈനറെ പ്രതിനിധീകരിക്കുന്ന പാരൻറ്റോ റെപ്രസെൻറ്റേറ്റീവ് SSC ആയിട്ടും ഡീംഡ് SSC എന്ന് പറയുമ്പോൾ ഇപ്പം കോടതി കേസിൽ എന്താണ് ചില ആളുകൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അതിൻ്റെ ലീഗൽ ഹയേഴ്സായിട്ട് കോടതി ആളുകൾ നിയമിക്കും എക്സിക്യൂട്ടറൊക്കെ ആയിട്ട്. അങ്ങനത്തെ ആളുകളൊക്കെ എന്തിൽ വരും? ഡീംഡ് SSC ആയിട്ടും വരും. അപ്പം ഈ 4 ആളുകളെ ആണ് എന്ത് ചെയ്യുക SSC എന്ന് പറയുക. എല്ലാ ആളുകളും SSC എന്ന് പറയില്ല. ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്ന ആളുകളെ മുകളിൽ സൂചിപ്പിച്ച ആളുകളൊക്കെയാണ് SSC എന്ന കാറ്റഗറിയിൽ വരിക. അപ്പോൾ നോക്കേണ്ടത് 4 വ്യത്യസ്ത തരം SSCകളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് നോർമൽ SSC, റെപ്രസെൻറ്റേറ്റീവ് SSC, ഡീംഡ് SSC രണ്ടും ഇപ്പോൾ പറഞ്ഞു. പിന്നെ SSC ഇൻ ഡിഫോൾട്ട്. എന്തൊക്കെയാണ് 4 നോക്കാം. ഒന്ന് നോർമൽ SSC എന്ന് പറഞ്ഞാൽ നോർമൽ കേസിലെ SSC തന്നെയാണ്, നോർമൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇൻകം. ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ സാലറി ടാക്സ് പരിധി വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഒരു നോർമൽ SSC ആണ്. എങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് SSC എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു റെപ്രസെൻറ്റ് അനദർ പേഴ്സൺസ് ഇൻകം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഇപ്പോൾ ഒരു മൈനറിന് നല്ല വരുമാനമുണ്ട്, റിയാലിറ്റി ഷോ പോലുള്ള ഷോകൾ പങ്കെടുത്തിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന മൈനർക്ക് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ആയിരിക്കും അത് അസസ് ചെയ്തിട്ട് എന്താ പറയുക അത് റിട്ടേൺ സമർപ്പിക്കേണ്ടത്. ആ കേസിൽ റെപ്രസെൻറ്റേറ്റീവ് SSC ആയിട്ട് പാരൻറ്റ് വരും. ഇനി അതല്ല പ്രിൻസിപ്പൽ ഏജൻറ്റ് കേസിൽ പ്രിൻസിപ്പലിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻറ്റിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ എന്ത് ചെയ്യേണ്ടി വരും, അസസ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കേണ്ടി വരും. ആ കേസിൽ റെപ്രസെൻറ്റേറ്റീവ് SSC ആയിട്ട് പ്രിൻസിപ്പൽ മാറും. ഡീംഡ് SSC എന്ന് പറഞ്ഞാലും ചെറിയൊരു മാറ്റമേ ഉള്ളൂ. റെപ്രസെൻറ്റേറ്റീവിനേക്കാൾ ലീഗൽ ഹയേഴ്സിൻ്റെ കേസിലൊക്കെ എന്താണ് പിന്നെ ഡീംഡ് SSC ആയിട്ട് ലീഗൽ ഹയർ. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വത്തുകൾ ഡീൽ ചെയ്യുന്ന ആൾ ഡീംഡ് SSC ആയിട്ട് മാറാം. അല്ലെങ്കിൽ ആ കോടതി ഉത്തരവിലൂടെയാണ് ഒരു എക്സിക്യൂട്ടറായിട്ടാണ് സ്വത്ത് ഡീൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഒരു ഡീംഡ് SSC ആണ്. പിന്നെ SSC ഇൻ ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഡിഫാൾട്ട് വരുത്തിയ SSC ആണ്. അതെങ്ങനെ നോക്കാം, പേഴ്സൺ ഹു ഫെയിൽ ടു TDS. ഇപ്പോൾ നോർമലി സാലറി കിട്ടുന്ന ഒരാൾക്ക് ടാക്സ് പിടിച്ചിട്ടാണ് സാലറി കൊടുക്കാറുള്ളത്. എംപ്ലോയർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്നതിനാണ് TDS, ടാക്സ് ഡിഡക്റ്റ് ആയിട്ട് സോഴ്സ് എന്ന് പറയാം. അപ്പോൾ TDS ചെയ്യാൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയർ എന്ത് പറയും, SSC ഇൻ ഡിഫോൾട്ട് എന്നും പറയും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ X ഏൺ സാലറി ആൻഡ് ഫയൽ റിട്ടേൺ ഹീസ് എ നോർമൽ SSC. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇഫ് മിസ്റ്റർ Y ഈസ് എ ഗാർഡിയൻ ഓഫ് മൈനർ ഏണിംഗ് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു മൈനർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാരൻറ്റ് ഗാർഡിയന്, ആ ഗാർഡിയൻ്റെ പേരിലാണ് പിന്നെന്ത് ചെയ്യുക മൈനർ ഇൻകം കണക്കാക്കുക. അപ്പോൾ ആ സമയത്ത് ഹി ബിക്കം ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ബിക്കം റെപ്രസെൻറ്റേറ്റീവ് SSC ആയിട്ട് മാറും. ഇനി നമുക്ക് അവസാനത്തെ ടേം കൂടി നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് MCQ സീരീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്ഷൻ 224 നേരത്തെ 231 ആണ് പേഴ്സൺ എന്ന് പറഞ്ഞത്. അതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു സെക്ഷനും കൂടിയാണ് ഇൻകം. എന്താണ് ഇൻകം എന്ന് പറയുന്നത് സെക്ഷൻ 224 ഇൻകം മീൻസ് ഓൾ റെസിപ്റ്റ്സ് ദാറ്റ് ആർ ചാർജബിൾ ടു ടാക്സ്. ടാക്സ് ചാർജ് ചെയ്യാൻ ക്വാളിഫൈ ചെയ്ത എല്ലാ റെസിപ്റ്റ്സിനെയാണ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ഇൻകം എന്ന് പറയാം. അതെന്തൊക്കെയാണ്? ഒന്ന് സാലറിയാണ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ PGBP എന്നും ചുരുക്കി പറയാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം HP എന്നും പറയാറുണ്ട്. അതിന് ക്യാപിറ്റൽ ഗെയിൻ, ഇപ്പോൾ ഭൂമിയൊക്കെ വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റിന് ക്യാപിറ്റൽ ഗെയിന്. ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇതിലൊന്നും പെടാത്ത ഇപ്പോൾ ലോട്ടറിയോ അതല്ലെങ്കിൽ ഡിവിഡൻഡ് ഇതൊക്കെ എന്തിൽ വരും, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും. ഇതിനെല്ലാം പുറമെ ഈ വിന്നിങ് ഫ്രം ലോട്ടറി, ഡിവിഡൻഡ്, ഗിഫ്റ്റൊക്കെ എന്താണ് ഇൻകം ആയിട്ട് കണക്കാക്കും. കാരണം ഇതിനൊക്കെ എന്താണ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ടാക്സ് ചാർജബിൾ ആയ ഐറ്റംസ് ആണ്. അതിനെയാണ് സെക്ഷൻ 224 ഇൻകം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇൻകം ക്യാൻ ബി റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ഇൻകം എപ്പോഴും ക്യാഷ് തന്നെ ആവുന്നില്ല, കൈൻഡ് ആയ ഇൻകവും എന്താണ് ഇൻകമായിട്ട് കണക്കാക്കിയിട്ട് ടാക്സ് ചാർജ് ചെയ്യാറുണ്ട്. ഓർ ഈവൻ ആസ് എ റൈറ്റ്, ഒരാൾക്ക് കിട്ടിയ റൈറ്റിനെ പോലെ എന്തായിട്ട് കണക്കാക്കാം, വരുമാനമുള്ളതാണെങ്കിൽ ഇൻകമായിട്ട് കണക്കാക്കാം. ഓൾ ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ, ഓൺലി ദാറ്റ് വിച്ച് ഈസ് നോട്ട് എക്സംപ്റ്റ് ഈസ് ടാക്സ്ഡ്. എല്ലാ ഇൻകത്തിനും ടാക്സ് ചാർജ് ചെയ്തോളണമെന്നില്ല, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്
എക്സംപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ HR കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ അല്ല, അപ് ടു ലിമിറ്റ് വരെയാണ് അതിൻ്റെ ടാക്സ് ലാബിലിറ്റി കണക്കാക്കൽ. അപ്പോൾ ദാറ്റ് വിച്ച് ഈസ് നോട്ട് എക്സംപ്റ്റ് ഈസ് ടാക്സ്ഡ്. ഇപ്പോൾ സാലറി റിസീവ്ഡ് അത് ടാക്സബിൾ ആണ്. റെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ക്യാപിറ്റൽ ഗെയിൻ, സെയിൽ ഓഫ് ലാൻഡ്, വിന്നിങ് ഓഫ് എ ലോട്ടറി ആർ കൺസിഡേർഡ് ഇൻകം. ഇതൊക്കെ ഇൻകമായിട്ട് കണക്കാക്കാറുണ്ട്. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് 15ഓളം MCQ ക്വസ്റ്റ്യനുകൾ നോക്കാം. ഇൻകം ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ഇൻ വിച്ച് ഇയർ? പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകം ഏത് ഇയറിലാണ് അസസ് ചെയ്യാം? തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇയർ ആണ്. അത് ആ ഇയറിനെ പറഞ്ഞ പേരെന്ത് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ഇയർ. സെയിം ഇയറിൽ ചില കേസ് മാത്രമേ ഉള്ളൂ, അത് എണ്ണി ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ബാക്കി ഓപ്ഷൻസ് ഒന്നും വരില്ല. എനി ഇയറും 2 ഇയർ ലേറ്റർ ഒന്നും അല്ലല്ലോ. പിന്നെ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ്. ഇൻകം കിട്ടുന്ന വർഷത്തെ നമ്മൾ എന്ത് പറയാം? പ്രീവിയസ് ഇയർ എന്ന് പറയാം. അതിന് തുടർച്ചയായിട്ട് വരുന്ന സക്സീഡിങ് ഫ്ലോയിങ് ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രിസീഡിങ് ഇയറിനെയാണ് പ്രീവിയസ് ഇയറും എന്നും പറയാം. ഓക്കെ, ബി ഓപ്ഷനാണ്. പ്രീവിയസ് ഇയർ അക്കൗണ്ടിങ് ഇയർ ഒന്നും പറയാറില്ല, ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് ഇയർ ഒന്നും അതിന് പറയാറില്ല. പിന്നെ ദ ഇയർ ഫോളോയിങ് ദി പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് ദ ഇയർ ഫോളോയിങ്. പ്രീവിയസ് ഇയറിന് തുടർച്ചയായിട്ട് വരുന്ന ഇയറിന് എന്താ പറയല്? അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ മുമ്പത്തെ ഇയറിന് എന്താ പറയുക? പ്രിസീഡിങ് ടു അസസ്മെൻറ്റ് ഇയറിനെ പ്രീവിയസ് ഇയർ എന്നും, പ്രീവിയസ് ഇയറിനെ ഫോളോ ചെയ്യുന്നതിന് അസസ്മെൻറ്റ് ഇയർ എന്നാ പറയുക. മറ്റുള്ള ഓപ്ഷനിലേക്കൊന്നും ആൻസർ പോവേണ്ടതില്ല. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ പേഴ്സൺ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കമ്പനി, ഫേം, ഇൻഡിവിജ്വൽ, പിന്നെ അങ്ങനെ BOP, AOI. അപ്പോൾ അതിൽ പെടാത്തൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ടാവും. നോക്കാം. ഇൻഡിവിജ്വലും HUF-ഉം പാർട്ണർഷിപ്പ് ഫേം ഒക്കെ എന്തിൻ്റെ പരിധിയിൽ വരും? ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ പേഴ്സൺ അല്ലേ, സെക്ഷൻ 231 വരും. അപ്പോൾ ഇത് വരാത്തത് മൈനർ മാത്രമാണ്, D ഓപ്ഷൻ. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ വാലിഡ് എക്സാമ്പിൾ ഓഫ് ആൻ SSC? SSC ആരൊക്കെ SSC ആവും നമ്മൾ പോയിന്റ് വൈസ് ആയി പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓപ്ഷൻ വെച്ചിട്ടായി ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഫോളോയിങ് ഈസ് എ വാലിഡ് എക്സാമ്പിൾ വെച്ചത് പേഴ്സൺ ഹു ഏൺ എക്സെപ്റ്റ് ഇൻകം ഈസ് ഓൺലി. അതായത് ഇൻകം ടാക്സിൻ്റെ എക്സെപ്റ്റ് ചെയ്ത ഇൻകം മാത്രം കിട്ടുന്ന ആളെയാണോ? അല്ല. എ പേഴ്സൺ ഹു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. അതെ, എ പേഴ്സൺ ഹു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ അദ്ദേഹത്തെ എന്ത് ചെയ്യും? SSC എന്ന് വിളിക്കും. പേഴ്സൺ ഹു ഡസ് നോട്ട് ഏൺ എനി ഇൻകം അദ്ദേഹം SSC ആവില്ല. എ പേഴ്സൺ ഹു ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് അതും എന്ത് ചെയ്യില്ല? SSC എന്നതിൻ്റെ പരിധിയിൽ വരില്ല. എ റെപ്രസെൻറ്റേറ്റീവ് SSC ഈസ്. ആരെയാണ് റെപ്രസെൻറ്റേറ്റീവ് SSC? റെപ്രസെൻറ്റേറ്റീവ് SSC ഉണ്ട്, കൂടെ ഡീംഡ് SSC ഒക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ടാക്സ് ഓഡിറ്റർ ആണോ? അല്ല. എ പേഴ്സൺ ഹു ഫയൽ റിട്ടേൺ വളണ്ടറിലി അതുമല്ല. എ പേഴ്സൺ ഹു റെപ്രസെൻറ്റ് ഇൻകം ഓഫ് അനദർ അതാണ് ആൻസർ, അല്ലാതെ അഡ്വക്കേറ്റും ഒന്നുമല്ല. ഇൻകം അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട് ഫ്രം. എപ്പോഴാണ് അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യൽ? ഫസ്റ്റ് ഏപ്രിൽ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. 31 മാസത്തിൽ അത് അവസാനിക്കും. അങ്ങനെ 12 മാസത്തിലാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. ഇൻകം അസസ് ചെയ്യുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് അസസ്മെൻറ്റ് ഇയറിൽ അസസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ഫോർ ഇൻകം ഏൺഡ് ഫ്രം 1 ഏപ്രിൽ 2024 ടു 2025 മാർച്ച് വരെ. 24-25 പ്രീവിയസ് ഇയർ ഫോർ ഇൻകം ഏൺഡ് 24-25 കിട്ടിയ ഇൻകത്തിൻ്റെ പ്രീവിയസ് ഇയർ അതന്നെയാണല്ലോ 24-25 തന്നെയാണ്. കാരണം പ്രീവിയസ് ഇയറിലാണ് ഇൻകം ഏൺ ചെയ്യുക. ഇൻകം ഏൺ ചെയ്ത ഈ വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയും. അതിന് തൊട്ടടുത്ത ശേഷം വരുന്ന അത് കണക്കാക്കപ്പെടുന്ന വർഷമാണ് എന്ത്? അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ ഫോർ പ്രീവിയസ് ഇയർ 23-24 അസസ്മെൻറ്റ് ഇയർ 23-24 അസസ്മെൻറ്റ് ഇയർ എന്തായിരിക്കും? അതിൻ്റെ ഫ്ലോയിങ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 24-25 അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ 23-24 ആണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് ആൻ ഇൻകം അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ പ്രകാരം നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻകം ആയിട്ട് വരിക. അതിൽ റെൻറ്റ് റെസീവ്ഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാലറി ഉണ്ടായിരുന്നു, ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. ഗിഫ്റ്റ് ബിലോ 50,000 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ C ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും C ആണ് ശരിയായ ആൻസർ. ആൻഡ് SSC ഇൻ ഡീഫാൾട്ട് ഈസ്. എപ്പോഴാണ് SSC ഡീഫാൾട്ട് പറയുന്ന? നേരത്തെ കേസ് പറഞ്ഞിരുന്നു, TDS പിടിക്കാൻ എംപ്ലോയർ വിട്ടുപോയി കഴിഞ്ഞാൽ ആ എംപ്ലോയറെ SSC ഇൻ ഡീഫാൾട്ട് കണക്കാക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എ പേഴ്സൺ ഹു ഡസ് നോട്ട് മെയിൻറ്റെയിൻ ബുക്സ് അല്ല. എ പേഴ്സൺ ഹു ഇവാർഡ്
ടാക്സ് വെട്ടിക്കുന്ന ആൾ, അതുമല്ല. എ പേഴ്സൺ ഹു ഫെയിൽ ടു ഡിഡക്റ്റ് ഓർ പേ ടാക്സ്, അതാ. ഇപ്പോൾ ചില കേസിൽ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പേ ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടൊരു കേസിലും അത് എന്ത് ചെയ്യാം, ഡീഫാൾട്ടായി വരുത്താം. ഇപ്പോൾ എംപ്ലോയർ ടാക്സ് പിടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് സർക്കാർ അടച്ചിട്ടില്ല. ആ കേസിലും ഇനി അത് പിടിക്കാൻ ഫെയിൽ ചെയ്ത് പോയ കേസിലും എന്താണ്, എംപ്ലോയർ അവിടെ എന്തായിട്ട് അറിയപ്പെടും, അത്തരം പേഴ്സൺസ് എന്തായി അറിയപ്പെടും, പേഴ്സൺ ഹു ഫെയിൽ ടു ഡിഡക്റ്റ് ടാക്സ് ഓർ ഫെയിൽ ടു TDS എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് ഇൻകം ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആയതായിട്ടാണ് ചോദിച്ചത്. വിന്നിങ് ഫ്രം ലോട്ടറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡാണ്. ക്യാഷ്വൽ ഗിഫ്റ്റ് ബിലോ 10,000, കമ്പനി താഴെ വരില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതും വരില്ല. ലോൺ ടേക്കൺ ഫ്രം ബാങ്ക്, ആ ലോൺ എമൗണ്ട് എന്തല്ല, ഇൻകല്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്, ഇൻവെസ്റ്റ് ചെയ്താലും ഇൻകല്ല. പിന്നെ അപ്പോൾ ഇവിടെ ശരി ആൻസർ വിന്നിങ് ഫ്രം ലോട്ടറി ആണ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് എ പേഴ്സൺ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആരൊക്കെയാണ് പേഴ്സൺ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NGO പറഞ്ഞിട്ടില്ലെങ്കിലും NGO പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്, പറഞ്ഞ പോയിൻ്റാണ്. ലോക്കൽ അതോറിറ്റി പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോ, എല്ലാം ഇവർ പറഞ്ഞ എല്ലാവരും, കമ്പനി, പാർട്ണർഷിപ്പ്, ഇവരൊക്കെ എന്താണ്, ഇൻഡിവിജ്വലൊക്കെ പേഴ്സൺ ആണ്. ഇൻകം ഈസ് ചാർജബിൾ ടു ടാക്സ് ഇൻ അസസ്മെൻറ്റ് ഇയറിലാണ് എന്ത് ചെയ്യുക, ഇൻകം ചാർജ് ചെയ്യുക. ഏത് വർഷം കിട്ടിയ ഇൻകത്തിന്, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്. ഓക്കെ, സി ഓപ്ഷനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം SSC ഇൻക്ലൂഡ്സ്, SSCയിൽ ആരൊക്കെ വരും, നമ്മൾ പറഞ്ഞ പോയിന്റ് എല്ലാം വന്നിട്ടുണ്ടാവും. എ പേഴ്സൺ ഹു ഈസ് ഫയൽ റിട്ടേൺ, ശരിയാണ്. പേഴ്സൺ അസസ്ഡ് ഫോർ സംവൺസ് എൽസ് ഇൻകം, റെപ്രസെൻറ്റേറ്റീവ് SSC ആയിട്ട് വരുമ്പോഴേ. എ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ SSC, എല്ലാതും എന്താണ് അതിൻ്റെ ആൻസറാണ്. സോ ഇവിടുത്തെ ശരിയായ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.